കേരളത്തിൽ പോർച്ചുഗീസുകാർ വന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമാണിത്. നിങ്ങൾക്കറിയാമല്ലോ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടത്തിനായി ഒരു പുതിയ കടൽപ്പാത തേടിയാണ് വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത്. പക്ഷേ ആ വരവ് കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച് ഒരു കൊളോണിയൽ കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അപ്പോ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം ഇതിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്നാമതായി, വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒരു സ്വാഗതമല്ല കിട്ടിയത്. കാരണം അവിടുത്തെ സാമൂതിരി രാജാവിന് അറബു വ്യാപാരികളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതുകൊണ്ടുതന്നെ പോർച്ചുഗീസുകാർക്ക് വ്യാപാരത്തിലൊരു കുത്തക കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതോടെ തുടക്കത്തിലെ ഒരു പ്രശ്നമായി. രണ്ടാമതായി, കോഴിക്കോട് നിന്ന് ഈ തിരിച്ചടി കിട്ടിയതോടെ പോർച്ചുഗീസുകാർ ഒരു പുതിയ പ്ലാനുമായി വന്നു. സാമൂതിരിയുടെ പ്രധാന ശത്രുക്കളായിരുന്ന കൊച്ചി, കണ്ണൂർ രാജാക്കന്മാരുമായിട്ട് അവർ കൂട്ടുകൂടി. അതായത് പ്രാദേശികമായുള്ള ഈ ശത്രുത അവർ തങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിച്ചു. അവസാനമായി ഈ സഖ്യങ്ങളൊന്നും വെറും കച്ചവടത്തിൽ ഒതുങ്ങിയില്ല കേട്ടോ. പോർച്ചുഗീസുകാർ പതിയെ സൈനികമായി ഇടപെടാൻ തുടങ്ങി. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് 1503 കൊച്ചിയിൽ പണിത ഫോർട്ട് മാനുവൽ. ഇങ്ങനെയുള്ള കോട്ടകൾ വന്നതോടെ അവർ കേരളത്തിലെ ഒരു പ്രധാന സൈനിക ശക്തിയെ മാറി. അതായത് ചുരുക്കിപ്പറഞ്ഞാൽ, കച്ചവടത്തിനായിട്ട് വന്നെങ്കിലും ഇവിടത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇടപെട്ടാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ തങ്ങളുടെ ആധിപത്യത്തിന് അടിത്തറയിട്ടത്.